നമസ്കാരം. ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ച് രക്ഷപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് അഭിനന്ദന പ്രവാഹം. ജനശതാബ്ദി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കാനായി ട്രാക്കിൽ നിന്ന യുവാവിനെയാണ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത്. ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിഷാദാണ് യുവാവിന്റെ ജീവൻ രക്ഷിച്ചത്. ഹരിപ്പാട് ബ്രഹ്മാണ്ഡ വിലാസം സ്കൂളിനും തൃപ്പകുളം റെയിൽവേ ക്രോസിനും ഇടയിലാണ് സംഭവം. യുവാവിനെ കാണാനില്ലെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് മൊബൈൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്താണ് സിവിൽ പോലീസ് ഓഫീസർ നിഷാദ് റെയിൽവേ ട്രാക്കിന് സമീപം എത്തുന്നത്. സമീപത്തെ ഗേറ്റ് കീപ്പറിനോട് അന്വേഷിച്ചപ്പോഴാണ് ഒരാൾ ട്രാക്കിൽ നിൽക്കുന്നുണ്ടെന്നും എറണാകുളം ഭാഗത്തേക്കുള്ള ജനശതാബ്ദി ഉടൻ എത്തുമെന്നും അറിയിച്ചത്. ട്രെയിൻ ഹരിപ്പാട് പിന്നിട്ടതിനാൽ പിടിച്ചിടാനും കഴിയില്ലായിരുന്നു. ഏതാണ്ട് 200 മീറ്റർ അപ്പുറത്തുള്ളയാളെ ലക്ഷ്യമാക്കി നിഷാദ് ഓടുകയായിരുന്നു. എന്നാൽ പകുതി ദൂരമായപ്പോഴേക്കും ട്രെയിൻ അടുത്തെത്തിയിരുന്നു. ഓടിയെത്തുക പ്രയാസമായതിനെ തുടർന്ന് ചാടല്ലേടാ പ്ലീസ് എന്ന് അലറി വിളിച്ച് യുവാവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഓട്ടത്തിനിടയിൽ ചെരുപ്പ് ഊരിപ്പോയി പോലീസുകാരൻ ട്രാക്കിൽ വീണെങ്കിലും ട്രെയിൻ കടന്നു പോകും മുൻപ് ചാടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസുകാരന്റെ അലർച്ച കേട്ട് യുവാവും ട്രാക്കിൽ നിന്ന് മാറി നിന്നു. ജീവൻ പണയം വെച്ച് പോലീസ് ഓഫീസർ നടത്തിയ സംയോജിത ഇടപെടലാണ് 24-കാരന്റെ ജീവൻ രക്ഷിച്ചത്. താൻ മാനസികമായി ഏറെ തളർന്നിരിക്കുകയാണെന്നും ജീവിതം അവസാനിപ്പിക്കാൻ തന്നെയാണ് ട്രാക്കിൽ നിന്നതെന്നുമായിരുന്നു യുവാവ് പറഞ്ഞത്. രാവിലെ 7 മണിയായപ്പോൾ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നു. ഒരു മിസ്സിംഗ് പരാതി വന്നിട്ടുണ്ട്. ഫോൺ നമ്പർ ഇട്ട് ലൊക്കേഷൻ എടുത്ത് നോക്കാൻ പറഞ്ഞ് സ്റ്റേഷനിൽ നിന്നും വിനയൻ സാറാണ് വിളിച്ചത്. സാധാരണ മിസ്സിംഗ് പോലെ സാറ്റലൈറ്റ് ലൊക്കേഷൻ നോക്കുമ്പോൾ ഈ ഫോൺ ഒരു ട്രാക്കിന്റെ സമീപത്താണ് കാണുന്നത്. ഞാൻ ആദ്യം ഓർത്തത് ട്രാക്കിന്റെ സമീപത്ത് കൂടെ വണ്ടിയിൽ പോകുന്നതായിരിക്കുമെന്ന്. പിന്നെ നോക്കിയപ്പോൾ ലൊക്കേഷൻ മൂവ് അല്ല, അതേ ലൊക്കേഷനിൽ തന്നെ കിടക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നി. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഫോൺ അവിടെ വീണ് കിടക്കുന്നതാണെന്ന് തോന്നി. അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുകയായിരിക്കുമെന്ന്. ഞാനപ്പോൾ തന്നെ ഇട്ടിരുന്ന ഡ്രസ്സിൽ തന്നെ ബൈക്കും എടുത്ത് ഇറങ്ങി. ലൊക്കേഷനടുത്ത് നോക്കുമ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചു കിടക്കുന്നു. വരുന്ന ട്രെയിൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഗേറ്റ് കീപ്പറോട് ചോദിച്ചപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു. ഫോൺ ട്രാക്കിന് സമീപം ലൊക്കേഷൻ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി ദൂരേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഒരു പയ്യൻ അങ്ങ് ട്രാക്കിനടുത്ത് നിൽക്കുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ ട്രാക്കിലൂടെ ഓടി. പയ്യൻ ട്രെയിനിന് സമീപം ചാടാൻ ഒരുങ്ങുന്നത് കണ്ടു. ചാടല്ലേടാന്ന് ഞാൻ അലറി വിളിച്ചു. ഭാഗ്യത്തിന് അവൻ ചാടിയില്ല. ഞാൻ ചെന്നില്ലായിരുന്നു എങ്കിൽ അവൻ മരിക്കും. എനിക്ക് ജീവിതം മടുത്തു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞു, നീ പൂർണ്ണ ആരോഗ്യവാനാണ്, നിനക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നും യുവാവിനോട് താൻ പറഞ്ഞു എന്ന് നിഷാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.